ഓക്കെ ഗായ്സ്, ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വീണ്ടും ഗൈസ് നമ്മളെന്തായാലും വെബ് സീരീസിൻ്റെ വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും വന്നേക്കണേന്ന് വെച്ചാൽ ഓക്കെ ഓക്കെ ഗൈസ് നമ്മളതെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ വെബ് സീരീസ് എപ്പിസോഡ് 32 ഓക്കെ ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ അവസാനത്തെ വീഡിയോ ഞങ്ങളൊക്കെ കണ്ടവർക്ക് എന്തായാലും മനസ്സിലാവും ഗൈസ്. ഓക്കെ, നമ്മൾ കളൊക്കെ എന്തായാലും കേസ് നമ്മുടെ ആ ഒരു ബീച്ചിൽ നിന്ന് കളൊക്കെ നമ്മളെന്തായാലും എണീറ്റിട്ട് എന്തായാലും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേസ് നമ്മൾ വെബ് സീരീസിൻ്റെ വീഡിയോ അന്ന് ഇട്ടതെന്ന് വെച്ചാൽ ഓക്കെ. അതുകൊണ്ട് തന്നെയാണ് നമ്മളെന്തായാലും ബീച്ചിൽ നിന്ന് നമ്മളെന്തായാലും നേരെ എണീറ്റിട്ട് നമ്മളെന്തായാലും നേരെ പോയി നമ്മുടെ വീട്ടിലാണ് ഓക്കെ. അവിടെ നടക്കേണ്ട കുറേ കാര്യങ്ങൾ എന്തായാലും നടന്നു. അതൊക്കെ കണ്ടപ്പോൾ ആകെ നമ്മൾ തകർന്നു പോയി കേസ്. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ വണ്ടികളും പോയി കേസ്. ഓക്കെ, നമ്മുടെ കയ്യിൽ മുഴുവൻ കുറേ വണ്ടികൾ എന്തായാലും ഉണ്ടായിരുന്നു കേസ്. ഓക്കെ, ആ എല്ലാ വണ്ടികളും എന്തായാലും അവൻ നശിപ്പിച്ചെന്നാലും കളഞ്ഞ കേസ്. ഓക്കെ ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ എല്ലാ കാറുകളും നമുക്ക് നഷ്ടപ്പെട്ടു കേസ്. ഓക്കെ, ടോമിയെ നമ്മുടെ എല്ലാ വണ്ടിയും നശിപ്പിച്ച് കളഞ്ഞ കേസ്. ഓക്കെ, നമ്മുടെ എല്ലാ വണ്ടികളൊക്കെ എന്തായാലും പോയി. ഓക്കെ, നമ്മൾ വിചാരിച്ച എന്തായാലും വണ്ടികൾ ജസ്റ്റ് എന്തായാലും അടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ചിട്ടിരിക്കണേ എന്നുള്ള വേറെ സീനോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലെന്നാണ് നമ്മൾ സത്യം പറയാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ. ഓക്കെ, പക്ഷേ നമ്മളാണെങ്കിൽ കുറച്ചൊന്ന് മാറി നമ്മുടെ ലെസ്റ്ററിനൊന്ന് വിളിച്ച് നോക്കിയപ്പോൾ നമ്മുടെ ഫോണിൽ കണക്കി എന്തായാലും അവൻ എന്തായാലും ടൈമർ വെച്ച് എന്തായാലും കറക്റ്റായിട്ട് എന്തായാലും സെറ്റ് ചെയ്തിട്ട് എന്തായാലും ഉണ്ടായിരുന്നു നമ്മുടെ ഈ ബോംബ് ബ്ലാസ്റ്റ് ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ ലെസ്റ്ററിനെ വിളിച്ച സമയത്ത് നമ്മുടെ കാറിലെല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് വീടും എല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് നമ്മുടെ അച്ഛൻ്റെ പഴയ ഒരു വീട് മൊത്തം നശിച്ച് നാമാണക്കല്ലിടുന്നു. ആ വീട് മൊത്തം പൊളിഞ്ഞടക്കണം. ആ വീട് ശരിയാക്കാനുള്ള പൈസ പോലും നമ്മുടെ കയ്യിലില്ല. ഓക്കെ, പിന്നീട് അറിയണത് നമ്മുടെ ടോമിയോ കണക്ക് നമ്മുടെ കയ്യിലുള്ള മുഴുവൻ പൈസ തട്ടിയെടുത്തു. ഓക്കെ, അവൻ നമ്മുടെ കയ്യിലുള്ള മുഴുവൻ പൈസ കണക്കെ തട്ടിയെടുത്തു. ഓക്കെ, അത് മാത്രമല്ല കേസ്. ഓക്കെ, ഞാൻ വിചാരിച്ച അവിടെ വെച്ച് എല്ലാം ക്ലോസ് ആയെന്നാണ്. ഓക്കെ, അവിടെ വെച്ച് നമ്മൾ എല്ലാം ക്ലോസ് ആയെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല നമ്മുടെ പിഞ്ചാനെ, ടൈഗറിനെ, ഗ്രാനിയെ, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ അച്ഛനെ, അമ്മ എല്ലാവരെയും അവൻ തട്ടിക്കൊണ്ട് പോയി. ഓക്കെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവരെല്ലാവരെയും അവൻ തട്ടിക്കൊണ്ട് പോയി. ഓക്കെ, വേറൊരു സീൻ എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഒരു അനിയത്തി കണക്ക് എന്തെങ്കിലും ഉണ്ട്. ഓക്കെ, നമ്മുടെ പഴയ സീരീസ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഓക്കെ, ഫ്രാങ്ക്ലിൻ്റെ എന്തെങ്കിലും ഒരു സിസ്റ്റർ കണക്ക് ഉണ്ട്. ഓക്കെ, അവൾ സേഫാണെന്ന് അറിഞ്ഞു. ഓക്കെ, അവളെന്തായാലും വേറെ രാജ്യത്ത് കണക്കാണ്. ഓക്കെ, അവളെന്തായാലും ലിബേർട്ട് സിറ്റിയിൽ കണക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് അവൾ സേഫ് ആയിരിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും ഫോണോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഉണ്ടായിരുന്ന ഫോൺ മൊത്തം ഇടിച്ച് നശിച്ചു. ഓക്കെ, നമ്മൾ അവസാനം എന്തായാലും നമ്മുടെ കയ്യിൽ വേറെ ഡ്രസ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡ്രസ്സൊക്കെ ഊരിക്കളഞ്ഞിട്ട് നമ്മൾ ലെസ്റ്ററിന് അത്യാവശ്യം നമുക്ക് നല്ല ഹാക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ലാപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തു. കാരണം വെച്ചാൽ നമ്മുടെ ഫാമിലിയുടെ ഫുൾ ലൊക്കേഷൻ നമുക്ക് ട്രാക്ക് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മളതെല്ലാം കഴിഞ്ഞ് ലെസ്റ്റർ കണക്ക് നമ്മുടെ ലെസ്റ്ററിൻ്റെ ഈ ഒരു പച്ച കളർ പുതിയ BMW M3 കണക്ക് നമുക്ക് എന്തായാലും സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് തന്നിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നമ്മളാണെങ്കിൽ ലെസ്റ്ററിന് അന്നാണ് നമ്മൾ മറ്റേ ഒരു താർ റോക്സുകൾ കണക്ക് ഹൈജാക്ക് ചെയ്ത സമയത്ത് നമ്മളെന്തായാലും ഒരെണ്ണം പുള്ളിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനൊക്കെ പൈസ നമുക്ക് കുറേ തന്നു കേസ്. ഓക്കെ, പക്ഷെ അല്ലാതെ തന്നെ നമ്മുടെ കയ്യിൽ വേറെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് പുള്ളി ഒരു കാരണം നമുക്ക് തന്നു. എൻ്റെ മോനെ ഗൈസ്, നമുക്ക് എവിടെ നോക്കിയാലും പണി തന്നെ. ഇവന്മാർ പോയില്ല ഇവിടെ നിന്ന്, എനിക്ക് വയ്യ ഗൈസ്. ഓക്കെ, ഇവന്മാർ ഇവിടെ നിന്ന് പോയില്ലെന്നാണ്. എൻ്റെ മോനെ, നമ്മളപ്പോൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ട് ഇവന്മാരെ ഫ്രണ്ടിലായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. എല്ലാവരും ഫ്രണ്ട്സ് എടുത്ത് കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യണം. നമ്മുടെ എല്ലാ വീഡിയോസും എല്ലാവരും മറക്കാതെ തന്നെ ഫുൾ എന്തായാലും കാണണം കേസ്. ഓക്കെ, കുറേ വീഡിയോസൊന്നും കുറേ പേര് കണ്ടിട്ടില്ല. ഓക്കെ, നമ്മുടെ ഈ BMW മൊത്തം പോയിട്ട് ഇവന്മാരുകളൊക്കെ എന്തായാലും അവിടെ നിപ്പുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ തന്നെ എന്തായാലും ഇല്ല കേട്ടോ. ഈ വണ്ടി സ്റ്റാർട്ടാകുമെന്ന് പോലും എനിക്ക് അറിയണം. കാരണം വെള്ളത്തിലാണ് ഇപ്പോൾ കിടക്കണം വെച്ചാൽ അങ്ങനെ ആ ഒരു ബ്ലാക്ക് കളർ BMW കൊണ്ട് ഇടിച്ചാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ആ വണ്ടി ഡാമേജ് പ്രൂഫാണെന്ന് തോന്നുന്നു. ആ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. ഇതൊക്കെ നമ്മുടെ വണ്ടി മൊത്തം പോയി കേട്ടോ. ലെസ്റ്റർ നമുക്ക് തന്നത്. ഓക്കെ, ഈ കാറും കൂടെ പോയി. ഓക്കെ, നമ്മുടെ താർ റോക്സ് എവിടെയാണെന്തോ. ഓക്കെ, നമ്മളെന്തായാലും അതിനി കണ്ടുപിടിക്കണം കേസ്. ഓക്കെ, താർ റോക്സ്മാർ കത്തിച്ചെല്ലാം കളഞ്ഞാൻ തോയ്സ്. ഓക്കെ, എന്നാൽ പണി പാളിയൊക്കെ നമ്മുടെ ബാക്കിയുള്ള വണ്ടികളെല്ലാം പോയിട്ടോ. അതെല്ലാം ഓവർ ബ്ലാസ്റ്റായി പോയി കേസ്. ഓക്കെ, ഓവർ ബ്ലാസ്റ്റായി ശരിയാക്കാൻ പറ്റും, പക്ഷെ എന്നാലും പാടാണ് കേസ്. ഓക്കെ, നല്ല പൈസ ഇറങ്ങണം, പൈസയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വണ്ടിയും പോയി കേസ്. ഓക്കെ, ഇവന്മാരവിടെ തന്നെ നിൽക്കണം. ഇവന്മാരെന്താണ് പോവാത്തത്? ഓക്കെ, നമ്മുടെ കയ്യിലാണെങ്കിൽ വെപ്പൺസും ഒരു തേങ്ങയില്ല. ആകപ്പാടെ ഉണ്ടായിരുന്ന 1 ലക്ഷമായിരുന്നു ഇതൊക്കെ. അതുണ്ടെന്നുണ്ടോ? അതുണ്ട് ഭാഗ്യം. ഓക്കെ, എന്താ ഇവന്മാർ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇവന്മാർ പോണവരൊന്ന് വെയിറ്റ് ചെയ്യാം കേസ്. ഓക്കെ, ഇവന്മാർ നമ്മളെ കണ്ടാന്നോ അതെനിക്ക് അറിഞ്ഞൂടാ കേസ്. ഓക്കെ,
നമ്മളെന്തായാലും ഇവിടെ ചത്തതുപോലെ എന്തായാലും കിടക്കാൻ എന്തായാലും നോക്കിക്കൊണ്ട് എന്തായാലും നിൽക്കുകയാണ് കേട്ടോ. ഇവന്മാരെന്തായാലും പോണവരെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, ഓക്കെ നമ്മളെന്തായാലും അവിടെ എന്തായാലും ചത്തതുപോലെ എന്തായാലും കിടന്ന സമയത്ത് എന്തായാലും അവന്മാരെന്തായാലും പോയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. നമ്മുടെ ബോഡി മൊത്തം ബ്ലഡാണ് ഗൈസ്. അത് മാത്രമല്ല ഡ്രസ്സും ഇല്ല ഗൈസ്. ഓക്കെ നമുക്ക് എന്തായാലും കയ്യിലുള്ള പൈസയൊക്കെ വെച്ച് ഡ്രസ്സ് മേടിക്കണം ഗൈസ്. ഓക്കെ നമുക്ക് അതിന് മുമ്പ് ഒന്ന് ഫ്രഷ് ആവാം ഗൈസ്. ബോഡി മൊത്തം ബ്ലഡാണ് ഗൈസ്. ഓക്കെ ഈ ബ്ലഡൊക്കെ ഒന്ന് കളയാം. അത് മാത്രമല്ല നമുക്ക് എന്തായാലും കുറച്ച് വെള്ളം കുടിക്കാം ഗൈസ്. ഓക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ ഒന്നും കഴിച്ചില്ല ഗൈസ് ഇതുവരെ ആയിട്ടൊക്കെ. നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാന്നാണ് വിചാരിച്ചതല്ലോ. ഓക്കെ നമ്മുടെ ഫ്രാങ്ക്ലിൻ ഒന്നും കഴിച്ചിട്ടില്ല. ഓക്കെ ഒട്ടും നമുക്ക് എനർജി ഇല്ല ഗൈസ്. ഓക്കെ തിരിച്ചടിക്കാൻ ഒന്നും പറ്റില്ല. ഓക്കെ ഒരു വെപ്പണെങ്കിലും കിട്ടിയിരുന്ന ഇത്തിരിയും കൂടെ കൊള്ളായിരുന്നു. ഓക്കെ ഇതെന്താണ് ഗൈസ്, നീന്താൻ സ്ഥലം ഇല്ലേ? ഓക്കെ ഇവിടെ നീന്താൻ പറ്റില്ല. അവിടെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്ന് നോക്കി. ഇവിടെ ചിലപ്പോൾ നീന്താൻ പറ്റുമായിരിക്കും. ഓക്കെ നീന്താൻ പറ്റൂലെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ നമുക്കെന്തായാലും ബീച്ചിലെല്ലാം പോയി പിന്നെ വല്ല നീന്താം ഗൈസ്. അതായിരിക്കും നല്ലതെന്ന് വെച്ചാൽ. ഓക്കെ നമുക്കെന്തായാലും ഇപ്പോൾ തിരിച്ചെന്തായാലും പോവാം ഗൈസ്. ഓക്കെ എന്താണല്ലോ നമ്മളെന്തായാലും വെള്ളത്തിൽ ഓടിക്കൊണ്ടെന്നാലും നിൽക്കാൻ കേട്ടോ. ഓൾമോസ്റ്റ് അവിടെ എനർജി കുറച്ചെന്തോ കയറിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഫ്രാങ്ക്ലിന് ഒട്ടും വയ്യ ഗൈസ്. ഓക്കെ നമുക്കെന്തായാലും മൊത്തം ഒന്ന് നമ്മുടെ രൂപം മൊത്തം ഒന്ന് മാറണം കേട്ടോ. ഓക്കെ നമുക്കെന്തായാലും കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട് ഗൈസ്. ഓക്കെ നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ മുടിയുടെ സ്റ്റൈലൊന്നും എന്തായാലും മാറ്റണം കേട്ടോ. ഓക്കെ നമ്മൾ വേറെ മൊട്ടയടിക്കൊന്നും തന്നെ എന്തായാലും ഇല്ല. ഇതൊക്കെ മുടിയുടെ സ്റ്റൈൽ പറ്റുമെങ്കിൽ ഒന്ന് മാറ്റണം. കുറേ ദിവസമായിട്ട് ഈ സ്റ്റൈൽ തന്നെ കൊണ്ടുനടക്കുകയാണ്. ഓക്കെ എൻ്റെ മോനെ വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട്. അതെന്തോ ഭാഗ്യമാണ്. ഓക്കെ നമുക്കപ്പോൾ എന്തായാലും ഈ ഒരു BMW എടുത്തിട്ട് ഇപ്പോൾ എങ്ങോട്ട് പോകും? വീടും സാധനങ്ങളൊന്നും ഇല്ല ഗൈസ്. ഓക്കെ നമുക്ക് പോയിട്ട് എന്തായാലും ഒരു ജാക്കറ്റും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം ഗൈസ്. ഓക്കെ അതായിരിക്കും നല്ലതെന്ന് വെച്ചാൽ. ഓക്കെ നമ്മുടെ കയ്യിൽ പെട്രോൾ അടിക്കാൻ പൈസയില്ല. ഈ വണ്ടിയിലാണെങ്കിൽ പെട്രോളും കുറവൊക്കെ. പെട്രോൾ അടിച്ചാൽ ഇപ്പോൾ കുറേ പൈസ പോകും ഗൈസ്. ഓക്കെ നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം. നമുക്കെന്തായാലും നേരെ ഡ്രസ് ഷോപ്പിൽ പോകാം ഗൈസ്. എന്നിട്ടൊരു ഡ്രസ്സും കൂടെ വാങ്ങിക്കാം ഗൈസ്. ഓക്കെ നമുക്കൊന്ന് ഫുള്ളൊന്ന് സെറ്റിലാവും ഗൈസ്. ഓക്കെ എന്നാലും ഇനി ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കപ്പോൾ നേരെ എന്തായാലും അങ്ങോട്ട് എന്തായാലും പോവാം ഗൈസ്. ഓക്കെ എൻ്റെ മോൻ ഇതെന്താണ്? എൻ്റെ മോനെ ഗൈസ് ഈ വണ്ടി ഫുൾ ഓഫായി പോയേക്കാണ്. പെട്രോൾ ഉണ്ടോ? പെട്രോൾ അത്യാവശ്യമുണ്ട്. ഓക്കെ empty ആവാറായിട്ടില്ല. ഓക്കെ emptyയുടെ ഏകദേശം അടുത്ത് എത്താറായിട്ടുണ്ട്. ഓക്കെ പക്ഷേ ഇത് പെട്രോൾ തീർന്നല്ലേ വണ്ടി ബ്രേക്ക് ഡൗൺ ആയെന്ന് തോന്നുന്നു. ഓക്കെ വണ്ടി ഫുള്ള് നിന്ന് കേട്ടാ. എന്ത് തേങ്ങയാണ്. ഓക്കെ നമ്മളിപ്പോൾ കാല് ചെറുതായിട്ട് ഉന്തിയാണ് കേട്ടോ നീക്കണമെന്ന് വെച്ചാൽ. ഓക്കെ വണ്ടി നടു റോട്ടിലാണ് കിടക്കണം. എൻ്റെ ഈ വണ്ടി ഉന്താൻ ഭയങ്കര പാടാണ്. ഓക്കെ നമ്മളൊരു കാല് വെച്ചപ്പോൾ അതൊക്കെ ഉന്തിക്കൊണ്ടിരിക്കണം. ഉന്താനും ആരും ഇല്ല ഗൈസ്. ഓക്കെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി ഗൈസ്. ഓക്കെ പക്ഷെ എൻ്റെ മോനെ നമുക്കെന്തായാലും ഈ വണ്ടി ഇവിടെ ഇട്ടിട്ട് എന്തായാലും പോവാം കേട്ടോ. കിട്ടില്ല കാറായിരുന്നു കേട്ടോ. ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. എനിക്ക് എഞ്ചിനിൽ വെള്ളം കയറിയപ്പോൾ എല്ലാം പറ്റിയതായിരിക്കും. ഓക്കെ നമുക്കെന്തായാലും ഒരിക്കൽ കൂടെ ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം ഗൈസ്. ഈ വണ്ടി സ്റ്റാർട്ടാവുമെന്ന് അറിഞ്ഞോളൂ. ഓക്കെ ഒരിക്കൽ കൂടെ സ്റ്റാർട്ടാക്കി നോക്കാം ഗൈസ്. ഓക്കെ ദൈവമേ വണ്ടി സ്റ്റാർട്ടായാൽ മതിയായിരുന്നു. ഓക്കെ നമുക്കെന്തായാലും ഒരിക്കൽ കൂടെ വണ്ടി സ്റ്റാർട്ടാക്കി നോക്കാം. ഈ വണ്ടി സ്റ്റാർട്ടാവണില്ല ഗൈസ്. ഓക്കെ അതും കൂടെ പോയിട്ടുണ്ട് നൈസായിട്ട്. ഓക്കെ നമ്മളിനിയിപ്പോൾ എന്ത് ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കെന്തല്ല റോട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു കാർ അടിച്ചു പറ്റാൻ ഗൈസ്. ഓക്കെ എൻ്റെ മോൻ ഇതെന്താണടാ? ഇതേത് കാർ? എൻ്റെ മോന് സ്കോർപ്പിയോയാ? പക്ഷെ എൻ്റെ മോൻ ഇറങ്ങടാ അവിടെ നിന്ന്. അത് ഇത്രയൊക്കെ പിന്നെ അത്രേ ഉള്ളൂ. ഓക്കെ എൻ്റെ മോന് സ്കോർപ്പിയോ. ഇത് നൈസ് കാറാണ് കേട്ടാ. റോട്ടിൽ ഇതുവരെയായിട്ട് ഇങ്ങനെ ഒരു നല്ലൊരു കാർ ഞാൻ നേരെ കണ്ടിട്ടേ ഇല്ല. ഓക്കെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഓക്കെ ഇത് കേട്ടോ സ്കോർപ്പിയോ. ഓക്കെ ഇത് ഏതോ ഒരു ബില്യണയറിൻ്റെ വല്ല കാറായിരിക്കും ഗൈസ്. ഓക്കെ സ്കോർപ്പിയോ എന്നാണ് ഇതെന്ന് വെച്ചാൽ എൻ്റെ മോനെ നൈസ് കാറാണ്. ഓക്കെ നമുക്ക് ഈ വണ്ടിക്ക് സ്വന്തമാക്കാം ഗൈസ്. ഓക്കെ വേറെ കാറൊന്നുമില്ല. ഇത് ഞാൻ പേഴ്സണലായിട്ട് എടുക്കാൻ വേണ്ടി ഞാൻ ഉപേക്ഷിക്കാനൊന്നുമില്ല. ഓക്കെ വണ്ടി ഈ റോട്ടിലൊക്കെ പോകണം. ഈ വണ്ടിയെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. കാണുമ്പോൾ ഡിഫൻഡർ പോലെ തോന്നും. പക്ഷേ ഒറിജിനൽ അല്ല ഗൈസ്. ഓക്കെ പക്ഷേ ഇത് ഒറിജിനൽ തന്നെയാണ് കേട്ടോ നമ്മുടെ സ്കോർപ്പിയോ തന്നെ. ഓക്കെ എന്നാലും ഇയാൾക്ക് ഇത് എവിടെ നിന്നാന്തോ കിട്ടിയത്. ഓക്കെ നമുക്കെന്തായാലും ഇല്ല ഇപ്പം നേരെ നമ്മുടെ ബെന്നീർ അടുത്ത് എന്തായാലും പോകാൻ കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ താറിൻ്റെ ലൊക്കേഷൻ നമുക്ക് എന്തായാലും കണ്ടുപിടിക്കണം. ഓക്കെ നമ്മുടെ താർ റോക്സ്. ഓക്കെ ആ കാർ കിഡിലെ വണ്ടിയായിരുന്നു കേട്ടോ. അത് മിക്കവാറും ടോമിയുടെ വീട്ടിൽ തന്നെ ആയിരിക്കും. എനിക്ക് അങ്ങോട്ട് പോകാനേ സത്യം പറയാൻ പേടിയാണ് ഗൈസ്. ഓക്കെ ഇനി അവൻ കൊല്ലുമെന്നൊക്കെ. അവൻ മിക്കവാറും നമ്മൾ ചത്തെന്നായി വിചാരിച്ചാൽ ചിലപ്പോൾ നമ്മൾ പക്ഷെ വണ്ടിയിൽ നിന്ന് ഇറങ്ങണത് അവൻ കണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ നമുക്കതല്ല ഈ കാറോടെ പാർക്ക് ചെയ്ത് ഈ ഒരു സ്കോർപ്പിയോ. ഓക്കെ എൻ്റെ മോൻ ഈ വണ്ടി കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഈ വണ്ടിയുടെ കളറൊന്ന് മാറ്റിയാലാന്ന് ഞാൻ ആലോചിക്കുകയാണ് ഗൈസ്. ഓക്കെ കളർ മാറ്റണ്ടല്ല ഈ പച്ചേനും മതി ഗൈസ്. ഓക്കെ പച്ച കാണാൻ നല്ല കിടുക്കാച്ച് ലുക്കായിട്ട് തന്നെ നല്ല ഉണ്ട്. ഓക്കെ നമുക്ക് ഈ വണ്ടി ജസ്റ്റ് ഒന്ന് കഴുകിയൊക്കെ ഒന്ന് എടുക്കാം ഗൈസ്. ഈ വണ്ടി ഭയങ്കര ചളിയാണ് അവിടെ ആയിട്ടൊക്കെ. ഓക്കെ നമുക്ക് നല്ല നമ്മുടെ ബെന്നീരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫുള്ള് ലൊക്കേഷനൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്തൊന്ന് സെറ്റാക്കാനായിട്ട് പറയാം ഗൈസ്. ഓക്കെ നമ്മളങ്ങനെ ബെന്നീരോടെ പറഞ്ഞാൽ നമ്മളെന്തായാലും ലൊക്കേഷനുകളൊക്കെ നമ്മളെന്തായാലും ട്രാക്ക് ചെയ്തിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല നമ്മൾ ഈ ഒരു വണ്ടി ഫുള്ള് സർവീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ കളറും കൂടെ എന്തായാലും മാറ്റിയിടാം. വൈറ്റ് അടിച്ചപ്പോൾ കാണാൻ നല്ല അടിപൊളി ലുക്കുണ്ട്. ഈ കാർ എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യും. ഓക്കെ ആദ്യമായിട്ടാണ് റോട്ടിൽ നല്ലൊരു കാർ ഇട്ടിട്ടുണ്ട്. ഇനി മുതൽ ഈ വണ്ടി നമ്മുടെ സ്വന്തമാണ്. ഓക്കെ
മറ്റേ വണ്ടി പോയെങ്കിലും ഇത് കിട്ടിയല്ലോ. ഓക്കെ, നമ്മുടെ ഒരു BMW അവിടെ കിടക്കുകയാണ്, അത് പിന്നെ റിപ്പയർ ചെയ്യണം കേസ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോഴാണ് സത്യം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കണമെന്ന് വെച്ചാൽ, ഓക്കെ, നമ്മുടെ വെബ് സീരീസുകളൊക്കെ കാണുന്നവർക്ക് തന്നെ മനസ്സിലാവുമായിരിക്കും. നമ്മൾക്കാണെങ്കിൽ പണ്ട് ഒരു ഇതുങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡറികളൊക്കെ, നമ്മുടെ റേസറിൻ്റെ ആ ഒരു ഏതാണ് റേസിലുകളൊക്കെ ഉള്ളതിൽ ജയിച്ച് വിൻ ചെയ്തെടുത്ത ആ ഒരു ലെജൻഡർ. ഓക്കെ, ആ ഒരു കാറുകളൊക്കെ എന്തായാലും അവൻ കാരണം തന്നെയാണ് കേസ് എന്തായാലും ആക്സിഡൻറ്റിൽ കണക്കെ എന്തായാലും പെട്ട വണ്ടി പോയെന്ന് വെച്ചാൽ. ഓക്കെ, അതെന്ന് വെച്ചാൽ ഒരു കേസുകളൊക്കെ ആയതുകൊണ്ട് തന്നെ ഉണ്ട് ആ വണ്ടികളൊക്കെ എന്തായാലും പോലീസുകാരന്മാരെന്തായാലും CC ചെയ്ത് എന്തായാലും എടുത്ത് കേസ്. ഓക്കെ, ആ കാറുകളൊക്കെ ഇപ്പോൾ എന്തായാലും എയർപോർട്ടിൽ കണക്കെ എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, ലെജൻഡറാണ് ലെജൻഡർ. ഓക്കെ, കിട്ടിയ വണ്ടിയാണ്, സീന് വണ്ടിയാണ് കേസ്. ഓക്കെ, കിട്ടാൻ തന്നെ കുറച്ച് റെയറാണ് കേസ് ലെജൻഡർ. ഓക്കെ, നമുക്കതെല്ലാം അവൻ്റെ അത് കിട്ടിയതാണ്, നമ്മൾ റേസിൽ വിൻ ചെയ്തെടുത്ത കാറാണ്. ഓക്കെ, അവൻ്റെ കാറ് തന്നെ അവൻ എന്തായാലും ബ്രേക്ക് കട്ട് ചെയ്ത് തുടങ്ങി എന്തായാലും അവൻ എന്തായാലും ആക്സിഡൻറ്റിൽ പെടുത്തി നമ്മളെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ നമ്മൾ ഭാഗ്യത്തിന് നമ്മളെന്തായാലും ചത്തില്ല കേസ്. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. ഓക്കെ, അങ്ങനെ ആ ഒരു കാറ് പോയി. ആ കാറിൻ്റെ കാര്യം ഇപ്പോഴാണ് സത്യം പറയാൻ ഓർക്കണമെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്കിനി അത് 1 മാസത്തോടെ എന്തോ വെയിറ്റ് ചെയ്യണമെന്ന് നമുക്ക് 3 മാസം വരെയാണ് തന്നതെന്ന് വെച്ചാൽ. ഓക്കെ, 2 മാസം കഴിഞ്ഞു, ഇനി 1 മാസത്തോടെ വെയിറ്റ് ചെയ്ത് ആ കാർ കൂടെ കിട്ടും കേസ്. ഓക്കെ, നമുക്ക് പിന്നെ ഒരു പുതിയ വീട് കൂടെ മേടിക്കണം കേസ്. ഓക്കെ, പക്ഷെ അതിന് പൈസ ഇല്ല, അതാണ് പ്രശ്നം വെച്ചാൽ. ഓക്കെ, നമ്മൾ പിന്നെ നമ്മുടെ താറിൻ്റെ ലൊക്കേഷനുകളൊക്കെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ എന്തായാലും നല്ല രീതിക്ക് ഞാൻ എന്തായാലും ഒരു ഷോക്കേറ്റ് ഞാൻ നിൽക്കുകയാണ്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച എന്തായാലും നമ്മുടെ ആ ഒരു താർ റോക്സുകളൊക്കെ നമ്മുടെ ടോമിയെ കണക്ക് നശിപ്പിച്ച് കളഞ്ഞതൊക്കെ. സത്യം പറഞ്ഞാൽ നമ്മളെന്തായാലും നമ്മൾ മാസങ്ങൾക്ക് ശേഷം നമ്മളെന്തായാലും നമ്മളെന്തായാലും ആദ്യത്തെ നമ്മുടെ മാസങ്ങൾക്ക് ശേഷം നമ്മളെന്തായാലും നമ്മുടെ വെബ് സീരീസ് വീഡിയോ നമ്മളെന്തായാലും എന്തോ അല്ല നമ്മൾ ഇട്ടത്. ഓക്കെ, നമ്മളാണെങ്കിൽ നമ്മുടെ വീഡിയോകളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ബീച്ചിൽ നിന്നല്ല എണീറ്റത്. നമ്മുടെ ഒരു താർ റോക്സിൻ്റെ ലൊക്കേഷൻ കാണുന്നത് ബീച്ചിലാണ് കേസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബെന്നിയുടെ കുറച്ച് കൂട്ടുകാരന്മാരെയൊക്കെ വിളിച്ചെന്നാലും കുറച്ച് JCBയും ക്രെയിനെല്ലാം കൊണ്ട് നേരെ നമ്മളെന്തായാലും ബീച്ചിൽ പോകാനായിട്ട് പോകണം. നമുക്ക് എന്തായാലും ബീച്ചിൽ നിന്ന് താർ റോക്സ് അങ്ങ് എടുക്കാം കേസ്. ഓക്കെ, അതും കൂടെ കിട്ടിയാൽ നമുക്ക് 2 കാറാണ് കേസ്. 2 അല്ല ഇനിയും വേണം കേസ്. ഓക്കെ, ഈ ഒരു കാറായി പിന്നെ BMW പിന്നെ താറ് പിന്നെ ലെജൻഡർ. ഓക്കെ, ഇപ്പം തന്നെ 4 വണ്ടിയായിട്ടോ, കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും നമ്മുടെ പഴയ കളക്ഷൻ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കളക്ഷനാണ് ഇത്. അത്രയും ആഗ്രഹിച്ചെടുത്തൊരു കളക്ഷനാണ്. എന്നാലും ഈ വണ്ടി ബീച്ചിലങ്ങനെ വന്നത് എനിക്ക് തോന്നുന്ന കേസ് നമ്മൾ അടിച്ചവന്മാർ ഒരു പരിവാക്കിയിട്ട് ആ ഒരു താറിൽ കണക്കെന്നാലും കൊണ്ടിട്ടിട്ട് നേരെ നമ്മൾ വെള്ളത്തിലങ്ങ് പറഞ്ഞു വിട്ടാണ് കേട്ടാ. അപ്പോൾ ആ വണ്ടി എവിടെയെങ്കിലും ഇടിച്ച് വീണ് നമ്മളെന്തായാലും വീടാണ്. എന്നിട്ട് നമ്മൾ തിരയേറ്റ് ഇങ്ങോട്ടെന്തെങ്കിലും വന്ന് വീണ്ടും നമുക്ക് ബോധം വന്നതായിരിക്കും കേട്ടാ. അങ്ങനെയായിരിക്കും ഈ ഒരു ബീച്ചിൻ്റെ ഇവിടെ എവിടെയായിട്ടാണ് ആ താറിൻ്റെ ലൊക്കേഷനാണ്. നമ്മൾ വിചാരിച്ചാൽ ടോമിയോ വണ്ടി നശിപ്പിച്ചളങ്ങിയത്, അല്ലെങ്കിൽ ആ വണ്ടി സ്വന്തമാക്കാൻ എടുത്തതെന്ന് വെച്ചാൽ അത്രയ്ക്ക് റെയറായിട്ടുള്ളൊരു വണ്ടിയാണ് ആ റോക്സ് എന്ന് വെച്ചാൽ കേട്ടാ. പക്ഷെ അവൻ ബാക്കിയുള്ള വണ്ടികൾ നശിപ്പിച്ചളഞ്ഞു കേട്ടാ. പക്ഷേ താറ് നശിച്ചിട്ടില്ല ഇതൊക്കെ. വണ്ടി നശിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് എന്തായാലും എടുക്കണം. ഈ ഒരു വെള്ളത്തിൻ്റെ അടിയിൽ കണക്കാണ് ആ ഒരു താറുകളൊക്കെ കിടക്കണമെന്ന് വെച്ചാൽ. നമ്മുടെ ബെന്നിയുടെ ടീം എല്ലാവരും കൂടെ വരാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ താറ് എന്തായാലും രക്ഷിക്കണം. അല്ലാതെ വേറെ വഴിയില്ല ഇതൊക്കെ. നമുക്ക് എന്തായാലും അവരെന്തായാലും എല്ലാവരും പറഞ്ഞു വരെ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഫൈനലി എന്തായാലും നമ്മുടെ ബെന്നിയുടെ ടീം കണക്കെ എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബെന്നിയുടെ ടീം എന്ന് വെച്ചാൽ. ഓക്കെ, അയ്യോ നമ്മുടെ സ്കോർപ്പിയോ ഇവിടെ കിടക്കാണ് കേട്ടോ. നമ്മുടെ ഈ JCB അങ്ങനെ ബാക്ക് കിടക്കണം ഈ വണ്ടി കൊണ്ട് ഇടിക്കുന്നത്. ഓക്കെ, ഈ വണ്ടിയുടെ കളർ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ സെറ്റാക്കി എടുത്തതേ ഉള്ളൂ. ഓക്കെ, ഈ വണ്ടി കൂടെ പോകാൻ എനിക്ക് വയ്യ കേസ്. ഓക്കെ, ആ താറ് ഇനിയിപ്പോൾ ഏത് കൊല്ലത്തിലാണത്, അത് മൊത്തം പോയി കാണും എഞ്ചിനൊക്കെ. ഓക്കെ, പക്ഷെ എൻ്റെ അമ്മ എന്താവസ്ഥയായിരിക്കും എന്ന് എനിക്കറിയണം. എന്നാലും ഈ വണ്ടി ഇവിടെ തന്നെ എന്തായാലും ഉണ്ട് കേട്ടാ. കാരണം വെച്ചാൽ നമ്മൾ ബെന്നിയും ബാക്കിയുള്ളവരും കൂടെ ചേർന്നൊരു പ്ലാനിട്ടാണ് ആ വണ്ടി അവിടെ നിന്ന് അടിച്ച് മാറ്റിയത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ വണ്ടിയുടെ ലൊക്കേഷനും ബാക്കി സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവരെന്തായാലും ഇവിടെ എന്തോ GPS-ൻ്റെ ട്രാക്കർ വെച്ച് എന്തോ വണ്ടിയുടെ ലൊക്കേഷൻ നോക്കിക്കൊണ്ട് നിൽക്കണം. അവിടെ എന്തോ ഒരു സാധനം കാണണമല്ലോ. നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇറങ്ങാം കേസ്. അപ്പോൾ നമ്മുടെ ലൈഫും കൂടെ ഒന്ന് ഫുള്ളാകുമല്ലോ. ഓക്കെ, ഇവിടെ എൻ്റെ മോനെ ഇത് ഇവിടെ അടുത്ത് കിടന്നിട്ടാണ് ഇവന്മാർക്ക് ഇത്ര കണ്ടുപിടിക്കാൻ അറിഞ്ഞൂടെ. ഇവന്മാരെന്തൊക്കെയാണ് കാണിക്കണത്. എന്തൊക്കെ നമ്മുടെ താറല്ലേ ഈ കിടക്കണ. എൻ്റെ മോനെ വണ്ടി മൊത്തം പോയെന്ന് തോന്നേട്ടാ. എടാ വണ്ടി കിട്ടിയടാ. ഓക്കെ, നമുക്കെന്തല്ല നേരെ നല്ല നീന്തിപ്പോ നമുക്ക് തന്നെ നമ്മുടെ കാർ എടുക്കാം കേസ്. ഈ വണ്ടി കൊണ്ടുപോകാനുള്ളൊരു ട്രക്കാണെന്ന് വെച്ചാൽ. ഓക്കെ, വണ്ടി സെറ്റാക്കി എടുക്കണം കേസ്. ഓക്കെ, നമുക്കെന്തായാലും ഇല്ല നമ്മുടെ ബെന്നിയുടെ പറയാം കേസ്. നമ്മളെന്തായാലും വണ്ടികളൊക്കെ എന്തായാലും കണ്ടുപിടിച്ചെന്ന്. ഓക്കെ, നമ്മളെന്തായാലും ബെന്നിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളോട് എന്തായാലും ബെന്നികളൊക്കെ എന്തായാലും JCB വെച്ച് പൊക്കിയെടുക്കാൻ പറയണം. വെച്ചാൽ അവർക്ക് എന്തായാലും അറിഞ്ഞൂടല്ലോ എവിടെയാണ് വണ്ടി കറക്റ്റായിട്ട് കിടക്കണേന്നൊക്കെ. നമ്മൾ സത്യം പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്ത് ഇതൊക്കെ ഇതിൻ്റെ കൺട്രോളുകളൊക്കെ എങ്ങനെയാണെന്ന് ഇതൊക്കെ ഇങ്ങനെ പൊക്കിയെടുക്കാം അല്ലേ. ഓക്കെ, ഇങ്ങനെ പൊക്കിയെടുക്കാം. ഓക്കെ, അയ്യോ ഇതെന്താണ് എൻ്റെ മുമ്പ് ഇപ്പം എല്ലാം കൂടെ നേരെ വീണാനെ കേസ്. ഓക്കെ, നമുക്കെന്തായാലും ഈ വണ്ടിയുടെ ഈ ഒരു സാധനമില്ല, ഇത് നമുക്ക് എന്തായാലും താത്താം കേസ്. ഓക്കെ, നമുക്ക് എന്നിട്ട് എൻ്റെ മുമ്പ് അതിൻ്റെ റൂഫെല്ലാം കൂടി ഇടിച്ച് പൊളിച്ചിടുമോ ഞാൻ. ഓക്കെ, ഈ സാധനം പൊക്കാൻ ഭയങ്കര പാടാണ് കേട്ടാ. നമുക്ക് നല്ല അടി പിടിക്കാം കേസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒറ്റ പൊക്ക്
പൊക്ക് പൊക്ക് പൊക്ക്. ഓക്കെ. ഓ എൻ്റെ മോൻ, ഈ വണ്ടി പൊക്കാൻ ഭയങ്കര എൻ്റെ പോലെ നമ്മൾ ഇടിച്ചെടുത്ത് നേരെ ഫുള്ളായിട്ട് വെള്ളത്തിലെടുത്ത് കളയോ. ഓക്കെ, നമുക്കെന്തായാലും ഈ സാധനം നൈസായിട്ട് ഒന്നുകൂടെ താത്താൻ കേസോ. ഈ വണ്ടി നമുക്ക് സൈഡ് വെച്ച് പൊക്കിയാലോ. ഓക്കെ, അപ്പം പൊക്കി ഇങ്ങനെ നമുക്ക് കോരി എടുക്കാം വണ്ടിയൊക്കെ. നമുക്ക് സൈഡ് വെച്ച് പൊക്കാട്ടെ. എൻ്റെ പോലെ കുറച്ചുകൂടെ പോയാൽ എന്നേക്ക് വണ്ടി ഫുള്ള് ഭൂമിയുടെ താഴെ പോകും കേസോ. ഓക്കെ, ഇതിപ്പോൾ ഭൂമിയുടെ അടി തന്നെ ഏകദേശം. ഓക്കെ, അത് അങ്ങോട്ട് താഴെ പോയി വലിയ ആഴമാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ JCB ഇറങ്ങാൻ തന്നെ പണിയാണ് ഇതൊക്കെ. ക്രെയിനെല്ലാം ഇട്ട് പൊക്കി എടുക്കേണ്ടത്. പിന്നെ ഈ വണ്ടി നമുക്ക് പോകും കേസ്. ഓക്കെ, നമ്മൾ തന്നെ എങ്ങനെയൊക്കെ എടുക്കണം കേസൊക്കെ. നമ്മുടെ ബെന്നിക്കും ടീമിനൊന്നും അറിഞ്ഞൂടല്ലേ ഇവൻ്റെ സാധനം എവിടെയാണ് കിടക്കണേ. ഓക്കെ, നമുക്കെന്തായാലും ഈ ക്യാമറ ആംഗിൾ എന്തായാലും കറക്റ്റായിട്ട് എന്തായാലും നോക്കി എടുക്കാം കേസൊക്കെ. ഓക്കെ, നമുക്കെന്തായാലും എങ്ങനെയെങ്കിലൊക്കെ ഈ വണ്ടി ഒന്ന് പൊക്കണം കേസ്, അല്ലാതെ ശരിയാവില്ല. ഓക്കെ, നമ്മളങ്ങനെ ഒരുവിധം നമ്മളെന്തായാലും നമ്മുടെ താറുകളൊക്കെ ഒരുവിധം നമ്മളെന്തായാലും കരയ്ക്ക് എത്തിച്ചിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. എൻ്റെ പോലെ വണ്ടി പോകും. അല്ലാതെ കൺട്രോൾ വെച്ചാൽ ഈ സാധനം കൺട്രോൾ ചെയ്ത് എന്തായാലും മാറ്റം ഭയങ്കര പാട്. എൻ്റെ പോലെ ഡോറെല്ലാം പൊളിഞ്ഞു വിടണം കേട്ടോ വണ്ടി. ഓക്കെ, എന്തായാലും വണ്ടി കിട്ടിയിട്ടുണ്ട് കേസ്. ഓക്കെ, എൻ്റെ മോനെ വണ്ടി ഫുള്ള് എന്തായാലും വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. നമുക്കെന്തായാലും കുറച്ച് സൈഡിലോട്ടാക്കാം. വണ്ടി സ്റ്റാർട്ടാവുമെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല കേസ്. ഓക്കെ, നമുക്കെന്തായാലും ഈ വണ്ടി ഫുള്ളായിട്ട് കരക്കയറ്റാം കേസ്. ഓക്കെ, നമ്മൾ മാക്സിമം ഇത്രയെങ്കിലും എടുത്തില്ലെങ്കിൽ നമുക്കെന്തായാലും ഇല്ല ഈ വണ്ടി കറക്റ്റ് എന്തായാലും കൺട്രോൾ ചെയ്ത് നമുക്ക് ഓടിക്കാൻ പറ്റില്ല. എൻ്റെ പോന്നട അതിനെ മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. ഓക്കെ, എന്തായാലും കുറച്ചുകൂടെ തിരിച്ചിടാം കേസ്. എന്നിട്ട് നമുക്കെന്തായാലും അല്ലാതെ തന്നെ എങ്ങനെയെങ്കിലൊക്കെ തള്ളി ഓടിച്ചെല്ലാം കയറ്റാം കേസ്. ഓക്കെ, ടീമുകൾ കുറേ പേര് ഇരിക്കുകയല്ലേ. ഓക്കെ ഓക്കെ നമ്മളങ്ങനെ ഓൾമോസ്റ്റ് നമ്മളെന്തായാലും കരക്കെത്തിച്ചിട്ടുണ്ട് കേട്ടോ. അല്പം കൂടെ കയറ്റാൻ കേസ്. കാരണം വെച്ചാൽ അപ്പോൾ എഞ്ചിനിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ. ഇതൊക്കെ വെള്ളം ഇറങ്ങിയില്ലെങ്കിൽ പണിയാണ് കേസ്. ഓക്കെ, ഫുള്ള് വെള്ളം കയറി പോയി കാണും കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു JCB നമ്മളൊക്കെ എന്തായാലും ഇങ്ങോട്ടെന്തായാലും പാർക്ക് ചെയ്തിടാം കേസ്. അതായത് വണ്ടി വല്ലതും ബാക്കി ഉണ്ടാകുന്ന ഇനി നോക്കിയോ കേസ്. ഓക്കെ, എൻ്റെ പിന്നെ വെള്ളത്തിൽ ഇവിടെ കിടക്കേണ്ട സാധനം. ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു വണ്ടി സാധനത്തിൽ നിന്ന് ഇറങ്ങാം കേസ്. എന്നിട്ട് വണ്ടി സ്റ്റാർട്ടാവുമോ നോക്കിയോ കേസ്. ഓക്കെ, തള്ളിയെങ്കിലും സ്റ്റാർട്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ. ഓ, വണ്ടി കയറാൻ പറ്റുന്നുണ്ട് കേട്ടാ. പക്ഷേ എൻ്റെ പൊന്നടാ, എത്ര മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ വണ്ടി കയറണത്. ഓക്കെ, അത്രയ്ക്കൊരു അട്രാക്ഷൻ ഉണ്ട് ഈ വണ്ടിയിലോടൊക്കെ. ഓ, വണ്ടി സ്റ്റാർട്ടാണല്ലോ കേസ്. ഓക്കെ, ഓ ചെറുതായിട്ടൊന്നും സ്റ്റാർട്ടാവുന്നുണ്ട് കേട്ടോ. സ്റ്റാർട്ടാവും. ഓരോ പ്രാവശ്യം സ്റ്റാർട്ടാവുന്ന തന്നെത്താനം ഓടുന്നുണ്ട് കേട്ടാ. ഓക്കെ, തന്നെത്താനം ഓടുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ആയാലും മതി, വണ്ടി സ്റ്റാർട്ടായാൽ മതി. ഓക്കെ, കണ്ടോ ഓരോ പ്രാവശ്യം സ്റ്റാർട്ടാവുന്ന സമയത്ത് ചെറുതായിട്ട് എഞ്ചിലോട്ട് ചെറിയൊരു പവർ കൊടുക്കുന്നുണ്ട്. നമ്മളെന്തായാലും ആക്സിലേറ്റർ നിർത്തി പിടിച്ചിട്ടേക്കാണ്. ഓക്കെ, ഇതെന്താ പറയുക സ്റ്റാർട്ടാവാതെ. ഓ ഗായ്, സ്റ്റാർട്ടായി സാധനം. എൻ്റെ പൊന്നടാ, ഇത്രയും പവർ താറന്നേ. പക്ഷെ എൻ്റെ പൊന്ന്, ഇത്രയും വെള്ളത്തിൽ കിടന്ന സാധനം. ഓ, പിന്നെ ഓഫായി. ബെസ്റ്റ്. നമ്മുടെ BMW അപ്പുറമാണല്ലോ. ഓ, പിന്നെ സ്റ്റാർട്ടായി കേസ്. എനിക്ക് തോന്നുന്നില്ല ഇത് മിക്കവാറും കുറച്ച് ദൂരം പോകുമ്പോൾ തന്നെ മിക്കവാറും ഓഫാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്കെന്തായാലും അതുവരെ എത്തിച്ചാൽ മതി. ഓ, എൻ്റെ പൊന്നടാ, വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ വണ്ടിയുടെ ഓരോ സൈഡിൽ നിന്നൊക്കെ. നമുക്കെന്തായാലും ഈ ഒരു വണ്ടികളൊക്കെ ഇവിടെ എന്തായാലും കയറ്റില്ല. എൻ്റെ പോലെ പിന്നെ ഞാൻ വെള്ളത്തിലോട്ട് ഇറക്കണം. ഓക്കെ, നമുക്കെന്തായാലും ഈ ബീച്ചിൽ ഇങ്ങോട്ടൊക്കെ കൂടുതൽ വെള്ളം വാരി ഇട്ട് കഴിഞ്ഞാൽ അവർ ചീത്ത വിളിക്കും കേസ് നമ്മളൊക്കെ. അതുകൊണ്ട് നമുക്ക് വെള്ളത്തിൽ തന്നെ കുറച്ച് ഇറക്കി വിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഫുൾ വെള്ളത്തിനെ കളയാൻ കേസ്. ഓക്കെ, എൻ്റെ പോനെ വണ്ടി പിന്നെ സ്റ്റോപ്പായി പോയെന്ന് തോന്നുന്നു. ഓക്കെ, എൻ്റെ പൊന്നടാ, ഒന്നും പറയണ്ട കേസ്. ഓക്കെ, വണ്ടിയുടെ കാര്യം ഒന്നും പറയണ്ട. ഓക്കെ, നമുക്കെന്തായാലും അല്ലേ ഇതിൻ്റെ ബോണറ്റ് കളങ്ങ് പൊക്കി ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം മൊത്തം കളയാം കേസ്. എന്നിട്ട് നമുക്ക് ട്രക്കിലോട്ടോ എങ്ങനെയെങ്കിലൊക്കെ വലിച്ചു പിടിച്ചെന്നാലും കയറ്റല്ല. അതിപ്പോൾ വേറെ നടക്കത്തില്ല കേസ്. ഓക്കെ ഓക്കെ ഇവിടെ ഇപ്പോൾ എന്തായാലും നമ്മളെന്തായാലും എഞ്ചിനുള്ള മാക്സിമം വെള്ളങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവരെന്തായാലും അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടികളൊക്കെ എന്തായാലും എടുത്തോണ്ട് എന്തായാലും പെക്കണം കേസ്. ഓക്കെ, നമുക്കിപ്പോൾ എന്തായാലും എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ നമ്മുടെ BM ഇല്ല, BM. ഓക്കെ, BM വഴി കിടക്കണേ. ആ വണ്ടി നമുക്കെന്തായാലും ഒന്ന് സെറ്റാക്കി എടുക്കണേ. ഓക്കെ, അതിന് മുമ്പായിട്ട് നമുക്കെന്തായാലും ഇല്ല നമ്മുടെ ലെസ്റ്ററിൻ്റെ അടുത്ത് എന്തായാലും ഒന്ന് പോകാൻ കേസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ലെസ്റ്ററിനോട് ബാക്കി കാര്യങ്ങളൊക്കെ എന്തായാലും പറയാം കേസ്. ഓക്കെ, എന്തായാലും ഈ സംഭവിച്ച കാര്യങ്ങളൊന്നും ലെസ്റ്റർ അറിഞ്ഞിട്ടില്ലേ സത്യം പറഞ്ഞു. ഓക്കെ, നമുക്കെന്തായാലും നേരെ പോകാം കേസ്. ചേട്ടാ, അവരെ ലൊക്കേഷൻ കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേസ്. അത് മാത്രം മതി കേസ്. ഓക്കെ, അവരെ ലൊക്കേഷൻ ഇത്തിരി കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു കേട്ടോ. വണ്ടി എന്നാലും ഇപ്പം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ബാക്കി അവർ നോക്കിക്കോളൂ. ഓക്കെ, നമ്മൾ വേറെ നോക്കേണ്ട ആവശ്യങ്ങളില്ല. ഓക്കെ, നമുക്കിപ്പോൾ നേരെ നമ്മുടെ ഈ ഒരു സ്കോർപ്പിയോ കൊണ്ട് നേരെ ലെസ്റ്ററിൻ്റെ അടുത്ത് പോകാം കേസ്. ഓക്കെ, ലെസ്റ്ററിനെ ഇനി ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ കേസ്. ഓക്കെ, എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ള കാര്യം നമ്മുടെ വീടാണ് കേസ്. ഓക്കെ, നമ്മൾ അത്രയ്ക്ക് ആഗ്രഹിച്ചെടുത്ത വീടാണ് ഈ വീടെന്ന് വെച്ചാൽ. ഓക്കെ, ഇതിനിപ്പോൾ കൊടുക്കേണ്ടി വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേസ്. ഓക്കെ, ഇതെന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് അറിയണം. എന്തിനാണ് നമ്മുടെ പണിക്കാരന്മാർ നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ നിർത്തി ചെയ്തതെല്ലാം കൂടെ പൊളിച്ചെന്നാണ് എനിക്ക് മനസ്സിലാകാത്ത മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ. ഓക്കെ,
നമുക്കപ്പോൾ നേരെ എന്തായാലും ലെസ്റ്ററിൻ്റെ അടുത്ത് പോകാൻ കേസില്ല. നമ്മളെന്തായാലും ഇവിടെ എന്തായാലും വന്നിട്ട് നമ്മളെന്തായാലും ലെസ്റ്ററിനോട് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മളെന്തായാലും സംസാരിച്ച് എന്തായാലും ചോദിച്ചിട്ടെന്നല്ല വേണ്ട. അവരെ ലൊക്കേഷൻ എന്തായാലും ലെസ്റ്റർ എന്തായാലും കണക്ട് ചെയ്തിട്ടെന്നാലും ഉണ്ട്. പക്ഷേ എന്ത് ചെയ്തിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ലെസ്റ്റർ ഇപ്പോൾ മെയിൻ പറയണമെന്താണെന്ന് വെച്ചാൽ മിക്കവാറും അവരെന്തായാലും നമ്മുടെ നമ്മുടെ ആൾക്കാരുടെ എന്ന് വെച്ചാൽ നമ്മുടെ ഷിൻചാൻ്റെ പിൻചാൻ്റെ ഗ്രാൻഡിയുടെ ടൈഗറിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ എല്ലാവരുടെയും ഫോണുകളെല്ലാവരെയും മാറ്റി എങ്ങോട്ടെങ്കിലും വലിച്ചെറിയുക, അല്ലെങ്കിൽ ഫോൺ ഫുള്ള് നശിപ്പിച്ചോളാം, അല്ലെങ്കിൽ വേറെ വല്ല ചെയ്ത് വെച്ചെന്നാണ് ചെയ്യണം ചിലക്ക്. മാക്സിമം ലെസ്റ്റർ കണക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഫോൺ ഈസ് ഓഫ് എന്നാണ് കാണിക്കുന്നത് ചിലക്ക്. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഫോണുകളൊക്കെ എങ്ങനെയെങ്കിലും ഓണാക്കിയാൽ ഇവരെ ലൊക്കേഷനുകളൊക്കെ നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ലെസ്റ്റർ ഇപ്പോൾ പറയണം ചിലക്ക്. നമ്മുടെ കാറാണെങ്കിൽ നമ്മളെന്തായാലും അങ്ങെന്തായാലും വഴിയിൽ നമുക്ക് പാർക്ക് ചെയ്തിട്ടിരിക്കണം. ഇവിടെ ഇടാൻ സ്ഥലമൊന്നുമില്ല കേട്ടോ, അതാണ്. ഓക്കെ, എന്തായാലും ഇവിടെ എന്തൊക്കെയാണ് ഈ സംഭവിക്കണമെന്ന് എനിക്കതിന് മനസ്സിലാണല്ലേ. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം വെച്ചാൽ എന്തിനാണ് നമ്മുടെ വീടിൻ്റെ പണി നിർത്തിയെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ കേസ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ലെസ്റ്ററുകളൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടെന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, ലെസ്റ്ററുകളൊക്കെ നമുക്കിപ്പോൾ ഒരാളെ ലൊക്കേഷൻ തന്നിട്ടുണ്ട്. അത് വേറെ നമ്മുടെ വീടുകളൊക്കെ പണിയാന്ന് പറഞ്ഞാൽ ആ ഒരു ബിൽഡറുകളൊക്കെയാണ്. ഓക്കെ, അയാൾക്കെല്ലാം അറിയാമോ കേസ് എന്തിനാണ് വീടിൻ്റെ പണി നിർത്തിയെന്ന്. നോക്കുക, അയാളെന്തായാലും ഇപ്പോൾ എന്തായാലും ഉള്ളതെന്ന് വെച്ചാൽ അയാളുടെ ആ ഒരു വീട്ടിലുകളൊക്കെയാണ്. നോക്കി നമുക്കെന്തായാലും നേരെ എന്തായാലും പോകാം കേസ്. ഓക്കെ, ആ ഒരു ബിൽഡറിനെ കളി ചെയ്യാം. ഈ ബിൽഡറിനെ കാണാൻ പോകുന്ന കാര്യം ഒരു കാരണം വെച്ചാൽ ടോമിയോ അറിയാൻ പാടില്ലെന്നാണ് ലെസ്റ്റർ പറയുന്നത്. എന്ത് വന്നാലും കാരണം വെച്ചാൽ അങ്ങനെ എങ്ങനെയാണ് ഞാൻ മിക്കവാറും നമ്മളെ അപ്പം തന്നെ കൊന്നുകളയാം, അല്ലെങ്കിൽ ആ ഒരു ബിൽഡറിനെ കൊന്നുകളയാം കേസ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ആ ഉടായ്പ കാണിക്കുന്നതാണ് പറഞ്ഞത്. ഒരു കാരണവശാലും ടോമി അത് അറിയാൻ പാടില്ലെന്നാണ് പറഞ്ഞത് വെച്ചാൽ. ഓക്കെ, നമ്മളോട് ലെസ്റ്ററിൻ്റെ ഈ ഒരു കാർ എടുത്തിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ മറ്റേ നമ്മുടെ ആ ഒരു സ്കോർപ്പിയോടെ കിടക്കട്ടെ എന്നാണ് പറഞ്ഞത് വെച്ചാൽ. ഓക്കെ, ലെസ്റ്റർ പുതിയതായിട്ട് എടുത്ത ഫോർച്യൂണറാണ് ഇതെന്ന് വെച്ചാൽ. എൻ്റെ നൈസ് കാറാണ് കേട്ടോ, ലെസ്റ്ററിൻ്റെ ആണ്. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും നേരെ ഈ ഒരു ഫോർച്യൂണർ എടുത്തുകൊണ്ട് നേരെ എന്തായാലും പോവാം കേട്ടോ. ഓക്കെ, നമുക്കെന്തായാലും ഇല്ലേ, നമുക്കെന്തായാലും ഫ്രണ്ടിൽ കൂടെ പോകാം കേട്ടോ. നമ്മുടെ മറ്റേ ഒരു സ്കോർപ്പിയോടെ ഉണ്ടാകുന്ന എനിക്ക് വലിയ ഉറപ്പില്ല. ഓക്കെ, ആ വണ്ടിയോടെ ഉണ്ടായാൽ മതിയായിരുന്നു. ഓക്കെ, നമുക്കെന്തായാലും നേരെ എന്തായാലും ഫ്രണ്ടിലോട്ട് എന്തായാലും പോവാൻ കേസ്. ഓക്കെ, സ്കോർപ്പിയോടെ ഉണ്ടെങ്കിൽ ഉണ്ടായാൽ മതി. ഓക്കെ, സ്കോർപ്പിയോ കാണാനില്ലല്ലോ. സ്കോർപ്പിയോ ഇവിടെ ഇല്ല, നമ്മൾ പാർക്ക് ചെയ്ത്. എൻ്റെ മോനെ ഗൈസ്, നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാൽ ഇവന്മാർ നമ്മുടെ പുറകെ തന്നെ വരുമല്ലോ. നമ്മുടെ സ്കോർപ്പിയോ കാണാനില്ല. ഇവന്മാരെ വണ്ടി താണ്ട് നടുറോട്ടി കൊണ്ടിട്ടാണ്. സ്കോർപ്പിയോടെ അപ്പം അവന്മാർ അതും നശിപ്പിച്ചോളാം. ഞാൻ എന്ത് പറയാൻ, ഞാൻ ഇപ്പം ഒരു കാര്യം ചെയ്യും, നമുക്ക് വേറെ വഴിയില്ല. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും ആ ബിൽഡറിനെ കാണാൻ പോയാലേ പറ്റുമോ, അല്ലാതെ വേറെ നിവർത്തിയില്ല. ഓക്കെ, ഇതെങ്ങനെ ഇവന്മാരെ അറിഞ്ഞെന്നാണ് എനിക്ക് അറിയണത്. ഞാൻ രണ്ടും കൽപ്പിച്ചെന്തായാലും അവന്മാരെ വണ്ടിയിലിട്ട് കൊണ്ട് ഇടിക്കുകയാണ്. എൻ്റെ മോനെ അവന്മാരെ വണ്ടി എൻ്റെ അടിപൊളി കേട്ടോ. ലെസ്റ്ററിൻ്റെ കാർ ഇപ്പം തന്നെ പൊളിക്കുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് എങ്ങനെയും ഈ മിഷനെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ ലെസ്റ്റർ പുതിയ കാർ മേടിച്ചു കൊടുക്കാം. ഇതൊക്കെ എന്തായാലും ഇവന്മാർ എന്തിനാടെ നമുക്കിട്ട് എപ്പോഴും ഈ പണി വെച്ചേർന്നു. ഓക്കെ, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഇവന്മാർ നമ്മുടെ പുറകെ വരണത്. ഓക്കെ, നമ്മളങ്ങനെ നൈസായിട്ട് എന്തായാലും ഈ വണ്ടി എടുത്തുകൊണ്ട് നേരെ നമ്മളെന്തായാലും പോവേണേ. ഓക്കെ, നമുക്കെന്തായാലും നേരെ എന്തായാലും ഈ ഒരു കാറും കൂടെ നേരെ എന്തായാലും പോകണ്ട. അവന്മാരോട് ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെന്തിനാണ് അവന്മാർ ഇങ്ങനെയൊക്കെ പേടിക്കുന്നത്. ഓക്കെ, നമുക്കെന്തായാലും ഇത് നേരെ തന്നെ നമ്മുടെ ഈ ഒരു വണ്ടി കൊണ്ട് നേരെ എന്തായാലും കത്തിച്ചെന്നാലും വിടാൻ. ഓക്കെ, എന്തായാലും ഞാൻ ഇപ്പോൾ എങ്ങോട്ടാണ് പോണേന്ന് വെച്ചാൽ കേസ് നമുക്ക് നേരെ നമ്മുടെ ഒരു ബിൽഡറിൻ്റെ ഒരു വീട്ടിൽ കണക്കി എന്തായാലും പോകാൻ കേസ്. ഓക്കെ, അവിടെ പോയിട്ടൊക്കെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്യാൻ കേസ്. ഓക്കെ, എത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെയൊക്കെ ഏകദേശം അടുത്ത് തന്നെയാണ് കേസ് ബിൽഡറിൻ്റെ വീടെന്ന് വെച്ചാൽ. ഓക്കെ, ഓക്കെ, ഇതെന്താണ് നടു റോട്ടിൽ കുറേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഒരു മിനിറ്റ് ഗൈസ്, ഒരു സെക്കൻഡ്. ആ കാണാല് വണ്ടി ഏത് വണ്ടിയായിരുന്നു? ഒരു മിനിറ്റ്, വെയിറ്റ് എ മിനിറ്റ്. ആ കാറിന് മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട്. ഓക്കെ, ആ കിടക്കണ G-Wagon. ഓക്കെ, ഒരു മിനിറ്റ്, പതുക്കെ സ്ലോ ചെയ്ത് പോവാം. എടാ, ഇത് നമ്മുടെ ബിൽഡറിൻ്റെ കാറല്ലേ? എടാ, അപ്പം നമ്മൾ ബിൽഡറിനെ കാണാൻ പോണ കാര്യം ടോമി അറിഞ്ഞെന്ന് തോന്നേട്ടാ. അപ്പം അത് സംസാരിക്കാനായി ഇങ്ങോട്ട് വന്നു വെച്ചാൽ. ഓക്കെ, ആ കിടക്കണ ബ്ലാക്ക് കളർ കാറല്ലേ? ഓക്കെ, അത് ടോമിയുടെ കാറാണ്. ടോമിയുടെ BMW ആണ് കിടക്കണെന്ന് വെച്ചാൽ. ഓക്കെ, അതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന നമ്മുടെ ബിൽഡറിൻ്റെ G-Wagon ആണ്. ഓക്കെ, അപ്പം അതൊക്കെയാണ് കാര്യം കേട്ടോ. അപ്പോൾ ബിൽഡറിനെ കൂടെ അറിയാമെന്നുള്ള കാര്യമാണ് ഇതെന്ന് വെച്ചാൽ. ബിൽഡറിൻ്റെ കാറിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ടോമിയുടെ കാർ കിടക്കണം. ഓക്കെ, ഇവരെന്തൊക്കെയാണ് ചെയ്യണേ നമുക്കെന്തായാലും ഒളിഞ്ഞിരുന്നൊന്ന് കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്ത് നമുക്കെന്തായാലും ഇങ്ങോട്ടെന്തായാലും വണ്ടി ഒന്ന് കയറ്റാം. എൻ്റെ പൊന്നടാ, നമ്മൾ ഒരുത്തനെ ഇടിച്ച് പറത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കെന്തായാലും ഈ ഒരു കാർ ഇവിടെ പാർക്ക് ചെയ്ത് നമ്മുടെ ലെസ്റ്ററിൻ്റെ ഈ ഒരു ഫോർച്യൂണർ കാണാം. ഓക്കെ, എന്നിട്ട് നമുക്കെന്തായാലും നേരെ എന്തായാലും നമ്മുടെ അവന്മാർ എന്തൊക്കെയാണ് ഈ
ചർച്ച ചെയ്യണേ നമുക്ക് എന്തായാലും നോക്കിയൊക്കെ നമ്മുടെ കയ്യിൽ വെപ്പൺസ് കാര്യങ്ങളൊന്നും തന്നെ എന്തായാലും ഇല്ല കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും എന്താണ് ഇവിടെ നടക്കണേന്ന് നമുക്ക് എന്തായാലും നോക്കിയൊക്കെ കേസ് കുറച്ച് നേരം ഇരുന്നു. ഓക്കെ കേസ്, നമ്മളെന്തായാലും ഇവിടെ ഏകദേശം നിന്നിട്ട് 1.5 മണിക്കൂറായിട്ടുണ്ട് കേട്ടാ. കുറേ വണ്ടികൾ ബിൽഡറിന്റെ കാറെ കൊണ്ട് ഇടിച്ച് കയറിയിട്ട് തന്നെ ഉണ്ട് കേട്ടോ, അല്ലാതെ വേറെ ഒന്നും സംഭവിച്ചില്ല. ഓക്കെ, ബിൽഡറിനെ ടോമിയെ കാണാനില്ല കേട്ടോ. ഇതെന്താണ് ഈ സംഭവിക്കണേന്ന് അറിഞ്ഞൂടാ കേസ്. ഓക്കെ, എൻ്റെ പോനെ ഇതെന്താണല്ലേ. നമുക്ക് ഈ കാർ എടുത്തോണ്ട് നേരെ ആദ്യം ഡ്രസ് ഷോപ്പിൽ പോയി, എന്നിട്ട് ബിൽഡറിനെ കാണാൻ പോവാം. ആ ബിൽഡറിനെ കാണാൻ എന്തിന്, അയാളെ കാറിലെ നടുറോട്ടി കിട്ടണം. ബിൽഡറിനെ എനിക്കിപ്പോൾ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നല കേസ്. നമുക്ക് പോയിട്ട് ഡ്രസ്സ് മേടിക്കാം കേസ്. ഓക്കെ, ഡ്രസ്സില്ലാതെ ഇപ്പം ഇതും കൊണ്ടാണ് നടക്കണം. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള 1 ലക്ഷം രൂപ ഉണ്ട് കേസ്. ഓക്കെ, ബിൽഡറിനെ കാണാൻ പോയ കാര്യം അതും മുടങ്ങിയ കേസ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ഇനിയിപ്പോൾ എൻ്റെ മോനെ അടിപൊളി ഈ കാർ കൂടെ പോയാ ഇനിയിപ്പം ഒന്നാമത് എൻ്റെ കാർ പോലെ അല്ല കേസ്. ഓക്കെ, ലെസ്റ്ററിൻ്റെ കാറും കൂടെയാണ്. ഓക്കെ, അടിപൊളി ഈ വണ്ടിയും കൂടെ പോയി കേസ്. ഓക്കെ, നമ്മുടെ BMW തൊട്ടടുത്ത് തന്നെയാണ് കിടക്കണം. ഓക്കെ, കണ്ട ഫ്രണ്ടിൽ കാണുന്ന BMW നമ്മുടേതാണ്. ഓക്കെ, എൻ്റെ മോനെ ഇതെന്താണ് എൻ്റെ മോനെ, നമ്മളിതാണ് അടിച്ചു വീണിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ കാറും കൂടെ പോയിട്ടുണ്ട് കേസ്. ഓക്കെ, പക്ഷെ എൻ്റെ പിന്നെ നമ്മുടേതുപോലെ അല്ല കേട്ടോ, ലെസ്റ്ററിൻ്റെ കാറാണ്. ഓക്കെ, ലെസ്റ്ററിൻ്റെ ഫോർച്യൂണറാണ് ഈ തലോത്തരം മറിഞ്ഞു കിടക്കണം കേട്ടോ. എൻ്റെ പിന്നെ ലെസ്റ്റർ ഇങ്ങനെയാണ് നമ്മളെ ചീത്ത വിളിച്ച് ഓടിക്കുമല്ലോ കേസ്. ഓക്കെ, ഇനിയിപ്പം നടന്നോ, അല്ലാതെ വേറെ രക്ഷയില്ല കേട്ടോ. നമുക്കില്ല പോണ വഴിയിൽ ആൾക്കാരെ കൊണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനും ഇങ്ങനെ അടിക്കാൻ കേസ്. ഓക്കെ, അടിച്ച് ഇവരെ നിന്നൊക്കെ പൈസ വാങ്ങിക്കാൻ കേസ്. ഓക്കെ, ഒന്ന് പോടി ഇടുന്ന്. അല്ല പിന്നെ ഇവിടെ നല്ല പൈസ ഉണ്ടാ. ഇവിടെ നിന്ന് $23 കിട്ടി. ഓക്കെ, നൈസ്. ഓക്കെ, നമുക്ക് ഈ കാർ നൈസർ അടിച്ചാൽ കേട്ടോ. ഇത് ഏത് കാർ? ഓക്കെ, ഇതേതോ ഡ്യൂപ്ലിക്കേറ്റ് കാറാണ്. എന്താ നീ എന്നെ ഇടിക്കുമോ? ഇടിക്കാൻ നിനക്ക് അത്രയ്ക്ക് ധൈര്യമോ? ഓക്കെ, നമ്മുടെ കയ്യിൽ വെപ്പണില്ല, അല്ലെങ്കിൽ ഇവനെ ഇടിച്ച് സൂപ്പാക്കായിരുന്നു. ഓക്കെ, ഇത് അവൻ്റെ കാർ തന്നെ എന്തോ. ഓക്കെ, എന്തായാലും ലെസ്റ്ററിൻ്റെ ഫോർച്യൂണർ പോയി കേസ്. ഓക്കെ, നമുക്കെന്തായാലും ലെസ്റ്ററിനൊന്ന് വിളിച്ചുറങ്ങാം കേസ് ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മളെന്തായാലും വഴി വെച്ച് നമ്മുടെ ടോമിയനെ അതേപോലെ നമ്മുടെ ബിൽഡറിനെ കണ്ടെന്ന്. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ലെസ്റ്ററിന് ഇതെല്ലാം വിളിച്ചറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ BMW താണ്ട് കിടക്കണം. എൻ്റെ മോനെ നമ്മൾ അതിലും കൊണ്ട് ഇടിച്ചേറ്റി. ഓക്കെ, എൻ്റെ മോനെ നമ്മൾ നമ്മുടെ കാറിൽ തന്നെ അല്ല കൊണ്ട് ഇടിച്ചേറ്റേ. ഓക്കെ, ഇത് പല്ലവൻ്റെ കാറാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ലെസ്റ്ററിനെ എന്തായാലും ഇതിപ്പോൾ എന്തായാലും എല്ലാം വിളിച്ചുറങ്ങിയിട്ട് എന്തായാലും ഉണ്ടായിരുന്നു കേട്ടോ. ലെസ്റ്റർ എന്താണ് പറയണമെന്ന് വെച്ചാൽ ഇനിയിപ്പം വേറെ വഴിയില്ല. ഓക്കെ, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ബിൽഡറിനെ പോയി കാണാമെന്ന് പറയുന്നുണ്ട്. നമ്മൾ പിന്നെ ഈ വണ്ടിയുടെ കാര്യം കൂടെ പറഞ്ഞു ലെസ്റ്ററിൻ്റെ ഫോർച്യൂണറിൻ്റെ കാര്യം. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെന്തായാലും വഴി വെച്ച് കണ്ട കാര്യം എല്ലാം പറഞ്ഞു. ലെസ്റ്റർ പറഞ്ഞാൽ ഫോർച്യൂണർ എവിടെയെങ്കിലും കൊണ്ട് കത്തിച്ചാളാനാണ് പറഞ്ഞതല്ലേ, പുള്ളി വേറെ വണ്ടി വാങ്ങിയാന്ന് പറയുന്നുണ്ട് കേട്ടോ. പുള്ളി ഒരിക്കൽ ഡാമേജ് ആണ് വണ്ടി പിന്നെ യൂസ് ചെയ്യാറില്ലേ. ഓക്കെ, നമുക്കതുകൊണ്ട് ആ വണ്ടി നമുക്ക് എടുക്കാം. ഓക്കെ, അത്രയും നമുക്ക് ലാഭമാണ്. ഓക്കെ, നമുക്കെന്തായാലും ഇല്ല ഇപ്പം ഈ ഓടി എൻ്റെ മോൻ അയാൾ തെറിച്ച് പോയിണ്ടാ. ഈ ഓടിയുടെ കാര്യം തീർന്നേടാ, കുഴപ്പമില്ല. ഓക്കെ, നമുക്കിതുകൊണ്ട് നേരെ ഡ്രസ് ഷോപ്പിൽ പോയി. ഡ്രസ് ഷോപ്പ് എവിടെയായിരുന്നു? ഇവിടെ ആയിരുന്നല്ലോ. ഓക്കെ, നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം കേസ്. ഓക്കെ, ആ ഫോർച്യൂണർ നമുക്ക് എടുക്കാം കേസ്. ഓക്കെ, ഫോർച്യൂണർ നമ്മുടെ പ്രശ്നം കൊണ്ടല്ലല്ലോ. ഓക്കെ, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. എന്താ അവസ്ഥയാണല്ലേ. ലെസ്റ്ററിൻ്റെ കുറേ ക്യാഷ് ഉണ്ട് കേസ്. ഓക്കെ, ലെസ്റ്റർ ഞാൻ ഫോർച്യൂണർ എടുക്കാം. ഓക്കെ, അത്രയും നമുക്ക് ലാഭമാണ് കേസ്. ഓക്കെ, നമുക്ക് അത്രയും കാറുകൾ തിരിച്ചു കിട്ടും. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ, നമുക്കിപ്പോൾ നേരെ ഡ്രസ് ഷോപ്പിൽ പോയി എന്നിട്ട് ഡ്രസ്സുകൾ കുറച്ച് വാങ്ങണം കേസ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഫുള്ളായിട്ട് നല്ല ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ബാഗിൻ്റെ അകത്ത് നമ്മുടെ ബാക്കി പൈസയാണ് കേസ്. ഓക്കെ, ഈ പൈസ പോക്കറ്റ് വെച്ചോണ്ട് നടക്കാൻ പാടാണ് കേസ്. ഓക്കെ, നമ്മളങ്ങനെ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സെറ്റായിട്ട് നമ്മളൊരു കണ്ണാടി കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഒരു കൂളിംഗ് ഗ്ലാസ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോയി. ഇതെന്താണ് ഈ പൊളിഞ്ഞ വണ്ടി കൊണ്ടാണല്ലോ നമ്മൾ നടക്കണത്. ഓക്കെ, ഏതെങ്കിലും ഒരു നല്ലൊരു വണ്ടി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോവാം. ഓക്കെ, അല്ലാതെ ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. നമുക്ക് പിന്നെ ഇപ്പോൾ ഈ വണ്ടി കൊണ്ട് നേരെ ലെസ്റ്ററിൻ്റെ വീട്ടിൽ തന്നെ പോകാം കേസ്. ഓക്കെ, നമ്മളിപ്പോൾ അവിടെയാണ് താമസിക്കണമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ വണ്ടി കിടന്ന് ഉറങ്ങാം കേസ്. ഓക്കെ, അതല്ല നമ്മുടെ സ്കോർപ്പിയോയുടെ കാര്യം നമ്മൾ മറന്നുപോയി. ഓക്കെ, നമ്മുടെ സ്കോർപ്പിയോ ഇത് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ആ കാറും പോയാ എന്തോന്നടേ, ആ വണ്ടിയും പോയി. നമ്മുടെ കയ്യിൽ ഇപ്പോൾ വണ്ടിയേ ഇല്ല. ഓക്കെ, ഉള്ളത് ഈ വണ്ടി. ഓക്കെ, ഇത് വല്ലവൻ്റെ കാർ. ഓക്കെ, നമുക്കിപ്പോൾ നേരെ ലെസ്റ്ററിൻ്റെ അങ്ങോട്ട് പോകാം കേസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് സ്കോർപ്പിയോ എവിടെയെന്ന് അറിഞ്ഞൂടാ കേസ്. ഓക്കെ, സ്കോർപ്പിയോ ഇത്തിരി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ. ആ വണ്ടി ഇനിയിപ്പം ഏത് ഉഗാണ്ടയിൽ എൻ്റെ മോൻ ഇവന്മാർ പോയില്ലേ. എൻ്റെ പൊന്നെ, അവന്മാരെ ഫോർച്യൂണർ അവിടെ കിടക്കണം. ഒരു കാര്യം ചെയ്താൽ നമുക്കില്ല അവന്മാരെ ഒരു കാർ നേച്ചർ അങ്ങ് അടിച്ചു മാറ്റാം കേസ്. ഓക്കെ, എന്തായാലും ഇവന്മാർ ഇത്രയും പണി നമുക്കിട്ട് തന്നല്ലാണ്ട് തിരിച്ച് നമുക്കൊരു പണി കൊടുക്കാം കേസ്. ഓക്കെ, ഇവന്മാരൊരു ഫോർച്യൂണർ നമ്മളങ്ങ് അടിച്ചു മാറ്റാൻ വേണം. എൻ്റെ പൊന്നടാ ഫ്രാങ്ക്ലിൻ തല്ലടിച്ച് വീണിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഇടിച്ച ഫോർച്യൂണർ പൊളിഞ്ഞു എന്ന് തോന്നുന്നു കേട്ടോ, അതവിടെ കിടപ്പുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഫോർച്യൂണർ അങ്ങ് എടുക്കാം കേസ്. ഓക്കെ, എന്തായാലും ഇപ്പം നമ്മുടെ വണ്ടികളെല്ലാം നശിപ്പിച്ചളയല്ലാണ്ട് ഇവൻ്റെ ഒരു കാർ എടുക്കണോണ്ട് ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇവൻ്റെ ഗാർഡ്സിനെയും ബാക്കിയുള്ളവരെല്ലാം നമ്മൾ നേരത്തെ ഇടിച്ച് തെറിപ്പിച്ചാണ് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. എന്നാലും നമ്മുടെ മറ്റേ കാർ അങ്ങോട്ട് പോയാന്ന് കേസ്. ഓക്കെ, നമ്മുടെ ഇത് കേസ്. ഓക്കെ, എൻ്റെ മോന് ലെജൻഡർ. ഓക്കെ, നമ്മുടെ പോയ വണ്ടി തന്നെ. ഓക്കെ,
കുഴപ്പമില്ല, ഇത് നല്ല വണ്ടിയാണ്. നമുക്കെന്തായാലും ഈ ലെജൻഡർ വെച്ചിരിക്കാം ഗൈസ്. ഓക്കെ, യെസ്, നൈസ് കാർ. ഓക്കെ, നമുക്കെന്തായാലും ഇല്ലേ നേരെ എന്തായാലും നമ്മുടെ സ്കോർപ്പിയോയുടെ ലൊക്കേഷൻ എന്തായാലും ഒന്ന് ട്രാക്ക് ചെയ്യാം ഗൈസ്. ഓക്കെ, എന്നിട്ട് ആ കാർ എന്തായാലും ഒന്ന് കണ്ടുപിടിക്കുക ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഇല്ല അതിന് മുമ്പേ നമ്മുടെ ഏതാണ് ഈ ഒരു ലെജൻഡർ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സേഫായിട്ട് പാർക്ക് ചെയ്യട്ടെ. ഇനിയിപ്പോൾ മറ്റവന്മാർ ഇങ്ങോട്ടും ഇനി വന്നതല്ല, അതുകൊണ്ടാണ്. ഓക്കെ, ലെജൻഡർ ഇവിടെ പാർക്ക് ചെയ്യാം ഗൈസ്. ഓക്കെ, ഇത് നൈസ് വണ്ടിയാണ്, ഇത് നമുക്ക് എടുക്കാം. ഓക്കെ, ഇത്ര വണ്ടിയായിപ്പോൾ നമുക്കൊക്കെ നൈസല്ലേ. ഓക്കെ, നമുക്ക് പോയിട്ട് നമ്മുടെ ഏതാണ് സ്കോർപ്പിയോയുടെ ലൊക്കേഷൻ ഒന്ന് ട്രാക്ക് ചെയ്തിട്ട് എന്നാലും വരാം ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും സ്കോർപ്പിയോയുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവന്മാർ കൊണ്ടുപോയത് തന്നെ ഗൈസ്. ഓക്കെ, അവന്മാർ എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് വെച്ചാൽ ഒന്നും പറയണ്ട ഗൈസ്. ഓക്കെ, അവന്മാർ ആ വണ്ടി നേരെ കൊണ്ടുപോയി അവന്മാർ എങ്ങോട്ടോ കൊണ്ട് ഇടിച്ച് കയറ്റി ഗൈസ്. ഓക്കെ, അതിൻ്റെ ലൊക്കേഷൻ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ അവിടെ പോയ കാർ എടുക്കണം ഗൈസ്. ഓക്കെ, അത് പിന്നെ വല്ല നോക്കാം. ഇവന്മാർക്കെല്ലാം വല്ല കുഴപ്പമുണ്ടാകുമെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ വഴി പാർക്ക് ചെയ്താണ്, മര്യാദയ്ക്ക് ഇവിടെ വല്ലതും കൊണ്ട് ഇട്ടാൽ മതിയായിരുന്നു. ഓക്കെ, അവന്മാർ ആ വണ്ടി ദേശം എങ്ങോട്ടേക്ക് കൊണ്ട് ഇടിച്ച് പൊളിച്ച് കയറ്റിയതാണ് ലെസ്റ്റർ പറയണത്. ഓക്കെ, അതിൻ്റെ ലൊക്കേഷൻ നമ്മളിപ്പോൾ ട്രാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോർച്യൂണർ ഇവിടെ കിടക്കട്ടെ, ഇത് നമ്മുടെ കാറാണ്. ഓക്കെ, ഈ കാർ ഇവിടെ കിടക്കട്ടെ. ഓക്കെ, നല്ല വല്ല എമർജൻസി വല്ല വരണമെങ്കിലൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര ഫോർച്യൂണർ ഉണ്ട്. ഓക്കെ, ലെസ്റ്ററിൻ്റെ ഫോർച്യൂണർ, BMW ഈ ഒരു കാറ്, പിന്നെ നമ്മുടെ മറ്റ് ഫോർച്യൂണർ, പിന്നെ നമ്മുടെ ഈ മറ്റേ വണ്ടി അതിൻ്റെ പേരെന്തൊരു അയ്യോ മറന്നുപോയില്ലെങ്കിൽ നമ്മുടെ താറോ, ഇത്രയും കാറുകളുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സ്കോർപ്പിയോ. ഓക്കെ, പക്ഷേ എൻ്റെ പോനെ ഒറ്റ അടിക്കാൻ നമുക്ക് ഇത്രയും കാറുകൾ കിട്ടി. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, നമുക്കെന്തായാലും നേരെ നമ്മുടെ ആ ഒരു സ്കോർപ്പിയോ പിന്നെ എപ്പോഴെങ്കിലും പോയി എന്തായാലും നോക്കാം കേസ്. ഓക്കെ കേസ്, ഞാൻ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ ചെന്നിട്ട് വൈൻഡപ്പ് ചെയ്യാൻ ഞാൻ പോയാണ് കേട്ടോ. നമ്മളെന്തായാലും നാളെ തന്നെ എന്തായാലും നമ്മുടെ വീട് എങ്ങനെയെങ്കിലും നമ്മളെന്തായാലും മാക്സിമം നമ്മളെന്തായാലും തിരിച്ചെടുക്കാനായിട്ട് നമ്മളെന്തായാലും നോക്കുന്നതാണ് കേസ്. ഓക്കെ, അപ്പോൾ എന്നാലും നമ്മളെന്തായാലും വീണ്ടും കേസ് നമ്മളെന്തായാലും പുതിയൊരു കിടിലൻ വീഡിയോ വീണ്ടും എന്തായാലും വരുന്നതാണ് കേസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.